സാർ നേരത്തെ നിയമസഭയിലുള്ളപ്പോയാലും ഇപ്പോൾ പാർലമെന്റിലുള്ളപ്പോയാലും അതിമനോഹരമായിട്ടാണ് ഓരോ കാര്യങ്ങൾ നടപ്പിലാക്കിയത്. സാർ എങ്ങനെയാണ് സാധിക്കുന്നത്? ഇതിൻ്റെ ട്രിക്ക് എന്താ? അല്ല, അതിനിപ്പം ട്രിക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെക്കാളും നന്നായി ചെയ്യുന്ന ആളുകളുണ്ടാവാം, അവരെയൊക്കെ ഞാൻ ബഹുമാനിക്കുന്നത്. എന്ന് വെച്ചാൽ ട്രിക്കല്ല, ഇത്രയേ ഉള്ളൂ. അതിപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ, നിങ്ങളുടെ മേഖലയിൽ ഇപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ പരമാവധി ഒരു പാഷനേറ്റ് ആയിട്ടൊരു കാര്യം ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഒരു ഇഫ് യു ആർ ഫോഴ്സ് ടു ഡു സംതിങ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖലയും അവിടെ നിങ്ങളുടെ കഷ്ടപ്പാടിന് ഭയങ്കര റിസൾട്ട് ഉണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞ്, കഷ്ടപ്പെട്ട് മാത്രം ചെയ്യുന്നതിനോടൊപ്പം ഇഷ്ടപ്പെട്ട് കൂടി ചെയ്യാൻ ശ്രമിച്ചാൽ ദ റിസൾട്ട് വിൽ ബി ഡിഫറെൻറ്റ്. അത് ആ ഒരു ഇഷ്ടം ചെയ്യുന്ന കാര്യത്തോട് വെച്ച് പുലർത്തുക എന്നുള്ളതാണ്. അതല്ലാതെ പറ്റില്ല. ഇപ്പം ഞാൻ ഇന്നലെ രാത്രി 2:30 മണി കഴിഞ്ഞു ഞാൻ ഉറങ്ങും. ഞാൻ ത്യാഗം ചെയ്തു എന്ന് പറയാൻ വേണ്ടിയല്ല. അപ്പം പിന്നെ എനിക്ക് വീട്ടിൽ നിന്ന് ചോദിക്കുന്നുണ്ട്, ഈ 2:30 മണി വരെ നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് ബാക്കി എല്ലാവരെയും പോലെ എന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ രാവിലെ നേരത്തെ ഇറങ്ങിയതുമാണ്. ഇന്നിപ്പോൾ രാവിലെ ഞാൻ നേരത്തെ ഇറങ്ങി. ഇന്നും ഏതാണ്ട് ആ സമയം ആവുമായിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞു, എനിക്കിതിനോടൊരു ഇഷ്ടമില്ലെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റില്ല. ഞാൻ എൻ്റെ ആരും അവനവൻ്റെ മേഖലയിൽ ആരും, ഇപ്പോൾ ഒരു സിനിമാ നടനാണെങ്കിൽ അവരൊരു നമ്മൾ അവരുടെ എന്താ കാണുന്നത്? ഞാൻ അതിനു മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യം, നമ്മൾ കാണുന്ന അവരുടെ പ്രശസ്തിയാണ്, നമ്മൾ കാണുന്ന അവരുടെ പണമാണ്, നമ്മൾ കാണുന്ന അവരുടെ സൗകര്യങ്ങളാണ്. പക്ഷേ എന്താ സമയമായില്ലേ? നിങ്ങൾ എന്തെന്നെ വിളിക്കാത്ത? നമ്മൾ കാണുന്നത് അവരുടെ സൗകര്യങ്ങളാണ്. അതല്ല, അതിൻ്റെയൊക്കെ പിന്നിലൊരു എഫേർട്ടില്ലേ? അതിൻ്റെ പിന്നിൽ ഭയങ്കര ഒരു സ്ട്രെയിൻ ഇല്ലേ? ആ സ്ട്രെയിൻ ഓരോരുത്തർക്കും എടുക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യത്തെ ഇഷ്ടപ്പെടാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ്.